ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവത്തിൻ്റെ എല്ലാ കൃപയും അനുഗ്രഹവും ഇന്നേ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവ കരുണയുടെയും ദൈവകൃപയുടെയും ഒഴുക്ക് നമുക്ക് സ്വന്തമാക്കുന്നത് ദൈവം നമ്മോട് കാണിച്ച ദയയിലൂടെയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ദയയെ അളക്കാനോ അതിൻ്റെ അളവുകോലുകൾ അറിയാനോ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞൊരു വചനം, അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ നമ്മൾ വചന ധ്യാനങ്ങൾ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമാണ്: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ ഈ ജീവിതത്തിൽ എന്നും കുറിച്ചിടേണ്ട ഒരു വചനമാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം. ദൈവം ദയ കാണിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോഴല്ല, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ദയ നമുക്ക് എങ്ങനെയായിത്തീരണം. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തൊട്ട് മരണം വരെയുള്ള നമ്മുടെ ജീവിത യാത്രകളിൽ ദൈവത്തിൻ്റെ ദയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പമാർ തന്നെ ഇതൊരു ചിന്താവിഷയമായിട്ട് സഭയ്ക്ക് പ്രബോധനത്തിലൂടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ. നമ്മൾ ഒരു കാലഘട്ടങ്ങളിൽ ഈശോയുടെ പീഡാസഹനം കഴിഞ്ഞ ഒരു കാലഘട്ടങ്ങൾ മുഴുവൻ ഈ ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുന്നത് അപ്പോൾ മാത്രം അതൊരു ചിന്താവിഷയം ആകാനല്ല, ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ദയ. നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇതാണ് പൗലോസ്ലീഹ നമ്മെ ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ദയ എന്നത് പാപിയോടും മനുഷ്യനോടും ദൈവം കാണിച്ച അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും രക്ഷയുടെയും കൃപയെക്കുറിച്ചാണ് ഈ ദൈവത്തിൻ്റെ ദയ പഠിപ്പിക്കുന്നത്. ഏതെല്ലാം വിധത്തിൽ ദൈവത്തിന് മനുഷ്യനോട് സ്നേഹം കാണിക്കാൻ പറ്റുമോ? ദൈവം തന്നെ ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു. ദൈവം തന്നെ നമ്മോട് നമ്മുടെ പാപങ്ങളുടെ പ്രതി കരുണ കാണിച്ചുകൊണ്ട് ദൈവം നമ്മോട് ദയ കാണിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദയ എന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ മാതൃകയും അഭിഷേകവുമാണ്. ബൈബിളിലെ ഒത്തിരി ഉപമകളിലൂടെയും ഈ ദയ നമ്മുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. ദൈവം താലന്തുകളുടെ ഉപമയിലേക്കും ഈ ദയയെ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മൾ കണക്ക് വീട്ടാൻ പറ്റാത്തോളം കടം വീട്ടുന്ന അല്ലെങ്കിൽ കടം കാണിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് ഇളച്ചു തന്ന് നമ്മോട് കരുണ കാണിക്കുന്നു. തീർച്ചയായിട്ടും ഈ കരുണ കാണിച്ച് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ദയ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവം നമ്മോട് ചോദിക്കുക, കുഞ്ഞെ, നിന്റെ എത്രയോ കടങ്ങൾ ഞാൻ ഇളച്ചു തന്നിട്ടും നിനക്ക് എന്തുകൊണ്ട് നിന്റെ ചെറിയ കടങ്ങൾ വീട്ടാൻ കഴിയുന്നില്ല? എന്താണ്? നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളും നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കാത്തതുപോലെ തന്നെ നമ്മുടെ കടങ്ങളും പിന്നെയും കടം വീട്ടാത്തതുപോലെ തിരിച്ചു വരുന്നതായിട്ട് ബൈബിള് നമ്മുടെ മുന്നിൽ ഉപമകളിലൂടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി ചെയ്ത ആ ഒരു പരിത്യാഗത്തെ അല്ലെങ്കിൽ ആ ദയയെ നമ്മളും ചുറ്റുമുള്ളവരിൽ പങ്കുവയ്ക്കാൻ ഈ നിത്യജീവൻ ശുശ്രൂഷ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കതുകൊണ്ട് ചിന്തിക്കാം, എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ദയ. ഒന്ന്, ദൈവത്തിൻ്റെ ദയയെ നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് ദൈവത്തിൻ്റെ ദയയ്ക്ക് അതിരുകളില്ല എന്നുള്ളതാണ്. ദൈവം ഒരു ബോർഡർ നിശ്ചയിച്ചുകൊണ്ടല്ല ദൈവത്തിൻ്റെ കരുണ നമുക്ക് നൽകുന്നത്. ദൈവത്തിനൊരു ബോർഡറുകളില്ല. അതുകൊണ്ട് ഈ വാഴ്ത്തുവാൻ എന്ന് പറയുന്ന ഒരു നല്ല ഒരു ചിന്തകൻ, അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ധ്യാനിപ്പിച്ച ആ ഒരു വൈദികൻ പഠിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അളവുകളില്ലാത്ത, അതിർത്തികളില്ലാതെ, പരാതികളില്ലാതെ, പരിധികളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് അറിയണമെങ്കിൽ അതിരുകളില്ലാതെ ദൈവത്തെ ചിന്തിക്കണം. അതിർത്തികൾ വെക്കരുത്, ദൈവം ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതിരുകളില്ലാതെ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കണം. നമുക്കൊരു വചനം ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകം 103-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം ഇങ്ങനെയാണ് ഇപ്രകാരം പറയുന്നത്: അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. ഇത് പറയാണ്, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല.
അപ്പോൾ ദയയുള്ളൊരു ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ പാപങ്ങൾ നമ്മൾ അനുദപിക്കുമ്പോഴും നമ്മൾ അതിൽ നിന്ന് പിന്തിരിയാൻ നോക്കുമ്പോഴും ദൈവത്തിൻ്റെ ദയ നമ്മൾ പൊതിഞ്ഞു പിടിക്കുന്നോളാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയുക, നമുക്ക് അനുതാപമുള്ളൊരു ഹൃദയം വേണം. അതിരുകളില്ലാതെ ദൈവത്തിൽ നിന്ന് പാപം ഉപേക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മളിങ്ങനെ അതിർത്തി നിശ്ചയിക്കരുത്. എന്തിനാണ് ഞാൻ ഈ പാപം ചെയ്തതെന്ന് അറിയാലോ, എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ദൈവം പറയാ, അതിരുകളില്ലാതെ ക്ഷമിക്കാൻ കഴിവുള്ള നിന്റെ ദൈവം നിന്നോട് പറയുന്നത് അതിരുകളില്ലാതെ തന്നെ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് നീ ഒന്ന് പരിശ്രമിക്കുക. അവിടെ ഈ പറഞ്ഞ വചനം നമ്മൾ സംഭവിക്കും. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി. ഞാൻ ആരാണ്? നിന്നോട് ക്ഷമിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. നീ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കും. നീ ഒന്ന് തിരിച്ചു വന്നാൽ മതി, നീ ഒന്ന് മാപ്പ് ചോദിച്ചാൽ മതി, നീ ചെയ്യില്ലെന്നൊരു തീരുമാനം എടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വചനം പറയുക, കർത്താവ് ആർദ്ര ഹൃദയനാണ്, പെട്ടെന്ന് മനസ്സലിയും. നമ്മൾക്ക് ചിലപ്പോൾ അലിയാൻ പറ്റാത്തടത്ത് ദൈവം അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് നല്ല കള്ളൻ്റെ ജീവിതത്തിൽ അതിരുകളില്ലാത്ത ദൈവത്തിൻ്റെ ആർദ്ര സ്നേഹത്തിൻ്റെ കാരുണ്യഭാവം ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ദൈവം ആദ്യം ശിക്ഷിക്കുന്നവനല്ല, ദൈവം ആദ്യവും അന്ത്യവുമാണ്. ദൈവം ആദ്യം ശിക്ഷിച്ചിട്ടില്ല, ഇനി അന്ത്യനിമിഷത്തിലും ശിക്ഷിക്കുന്നില്ല. കാരണം കരുണ കാണിക്കുന്ന ഒരു പിതാവാണ് ദൈവം. അതുകൊണ്ട് നമ്മൾ നിത്യശിക്ഷയ്ക്ക് മുൻപിലെത്തുമ്പോൾ ഈ ദയ സ്വന്തമാക്കിയവരാണെങ്കിൽ നമുക്ക് ശിക്ഷയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ദയ ഓരോ നിമിഷം സ്വന്തമാക്കണം. ഓരോ ശ്വാസം വലിക്കുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ദയയാണ്. എനിക്ക് ജീവശ്വാസം തരുന്ന ദൈവത്തിൻ്റെ ദയ ഞാൻ സ്വന്തമാക്കിയിട്ടും ഈ ദയ എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ സ്വന്തമാകുമ്പോഴും ഈ ദയയ്ക്ക് വേണ്ടി, ഈ ദയയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, ദൈവത്തിൻ്റെ ദയയ്ക്ക് അതിരുകളില്ല. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ദയയാണ് നമ്മുടെ രക്ഷയുടെ കാരണമായിട്ട് മാറേണ്ടത്. ദൈവത്തിൻ്റെ ദയയിലേക്ക് നമ്മൾ ചേരുമ്പോഴാണ് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് നിത്യജീവൻ സ്വന്തമാക്കണം, എനിക്ക് സ്വർഗം സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങാം. കാരണം ദൈവം ദയ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് ഞാൻ ഈ ദയ നഷ്ടപ്പെടുത്തണം? എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കാൻ തയ്യാറാണെങ്കിൽ, ആ നല്ല കള്ളനെ പോലെ എന്നോട് ദൈവം ദയ കാണിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്തിന് പ്രിയപ്പെട്ടവരെ അത് നഷ്ടപ്പെടുത്തണം? ഞാനൊരു ചെറിയ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ദൈവം തരുന്ന ദയയുടെ കൂടാരമായ സ്വർഗത്തിൻ്റെ വാതിൽ എന്തിന് ഞാൻ എൻ്റെ മുന്നിൽ അടച്ചു വെക്കണം? ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ചിന്താവിഷയമാകേണ്ടത്. പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം പറയാം. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കരുണ കാണിച്ചെന്ന പാപം എന്ന പ്രവൃത്തി വഴി പൗലോസ് പറയുക, മരിച്ചവരായിരുന്നിട്ടും, പാപത്തിൻ്റെ വേദന അനുഭവിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹമാണ് അവിടുത്തെ ദയ. നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നിട്ടും, മരണത്തിൻ്റെ കൂലി അല്ലെങ്കിൽ പാപത്തിൻ്റെ കൂലി അനുഭവിക്കുന്നവരായിരുന്നിട്ടും ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹം നമ്മോട് കൂടെ വരികയാണ്. അതിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ ജീവിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഒരു ജനം നശിക്കാതിരിക്കാൻ കുരിശിൽ മരിച്ച് ജനത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ദയ തൻ്റെ മരണം വഴി, ഉത്ഥാനം വഴി ജനത്തിന് നൽകി എന്നുള്ളതാണ്. അതിന് പറയുന്നത്, വചനം പറയുന്നത് എഫെസോസ് ലേഖനത്തിൽ പറയാണ്, കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. കൃപയാൽ, യേശു ക്രിസ്തു എന്ന ദയയാകുന്ന ദൈവത്തിൻ്റെ ശരീരം വഴി, അവൻ്റെ മരണം വഴി, അവൻ്റെ കുരിശു മരണം വഴി രക്ഷിക്കപ്പെട്ടവരാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ. എന്നിട്ട് പറയാ, യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദയ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച്, അപ്പം നമ്മുടെ രക്ഷയുടെ കാരണം ദൈവത്തിൻ്റെ ദയയാണ്, അല്ലാണ്ട് നമ്മുടെ പ്രവൃത്തിയൊന്നുമല്ല, നമ്മൾ ഒത്തിരി പരിഹാരം ചെയ്തുകൊണ്ടൊന്നുമല്ല. ദൈവം നമ്മോട് ഈ പരിഹാരങ്ങളിൽ ദയ കാണിക്കാൻ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാം. പ്രകാരമാണ്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമുക്ക് രക്ഷ ലഭിച്ചു. നമ്മുടെ യോഗ്യത കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് രക്ഷിക്കപ്പെട്ടവരെ ഇന്ന് സ്വർഗത്തിലുള്ളൂ. പിതാവ് തൻ്റെ ഏക മകൻ വഴി ഈ ലോകത്തെ രക്ഷിച്ച ആ രക്ഷ വഴി മാത്രമേ ഇന്ന് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം യോഗ്യത കൊണ്ട് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല.
ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയയെ ചെറുതായി കാണരുത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു ദൈവത്തിൻ്റെ ദയയ്ക്ക് അതിരുകളില്ല. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ദൈവത്തിൻ്റെ ദയ രക്ഷയുടെ കാരണമായിട്ട് നമുക്ക് മാറുന്നു. മൂന്നാമത്തത് ദൈവത്തിൻ്റെ ദയ പാപിയെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നു. ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ദയ അറിയുകയാണെങ്കിൽ നമ്മുടെ അനുതാപം കൃത്യമാകും. പ്രിയപ്പെട്ടവരെ, നല്ല കുമ്പസാരത്തിൽ നമ്മൾ കടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകളെ കാണാൻ ഇട വന്നു, ഒരു യൂത്തായിട്ടുള്ളൊരു പെൺകുട്ടിയെ. അപ്പോൾ അവൾ ഇങ്ങനെ ജീവിതത്തിൽ കുറേ തകർച്ചകളും തിന്മകളും കടന്നു വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ഈ കൊച്ചറിയുകയാണ്. അങ്ങനെ അന്വേഷിച്ച് വരികയാണ്, അച്ഛാ ഒന്ന് കുമ്പസാരിക്കണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാറ്റം വരുത്തണം, ദൈവത്തിൻ്റെ ദയ എനിക്ക് അനുഭവിക്കണം. ശരിയാണ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നത് ഞാൻ ചെയ്ത പ്രവർത്തിക്ക് ഒരിക്കലും രക്ഷയുണ്ടാകില്ല. എന്നാൽ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വചന ശുശ്രൂഷ കേട്ടു. അവിടെ ഇങ്ങനെ ദൈവത്തിൻ്റെ കരുണ, എത്ര പാപിയാണെങ്കിലും ദൈവം നിന്നോട് കരുണ കാണിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അച്ഛാ ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എനിക്ക് കുർബാനയ്ക്കൊന്നും പോകാൻ കുറേ നാളായിട്ട് പറ്റിയിട്ടില്ല. പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാപം ചെയ്തിട്ട് പിന്നെയും കുർബാന കാണുന്നു, പിന്നെയും അതേ പാപം ചെയ്യുന്നു, പിന്നെയും ഒരേ പാപം തന്നെ പിന്നെയും കുമ്പസാരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, മോളെ, അഗസ്തീനോസ് പറയുന്നൊരു വാചകമുണ്ട്, പാപം പറഞ്ഞ് നമുക്ക് മടുത്തു പോയിട്ടുണ്ടാവും, എന്നാൽ ദൈവത്തിന് ദയ കാണിച്ചിട്ട് ഇന്ന് വരെ മടുത്തിട്ടില്ല. അപ്പോൾ ആ കുഞ്ഞു പറയാണ്, ദൈവമേ എനിക്ക് ആ ദയ ഒന്ന് കിട്ടണം. അപ്പോൾ ഈ കുഞ്ഞു കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ ഇപ്പം എനിക്ക് ശരിക്കും ഒരു സമാധാനമുണ്ട്. ശരിക്കും ഞാൻ ഇതല്ലേ ഇത്രയും നാളായിട്ട് 1.5 വർഷമായിട്ട് 2 വർഷമായിട്ട് ഞാൻ അടച്ചു വെച്ചത്. എന്നിട്ട് ഞാൻ സുഖിച്ചതെല്ലാം ഇപ്പോൾ എനിക്കെതിരാകുമ്പോഴും ദൈവം എന്നിട്ടും ദയ കാണിക്കുക. ഞാൻ ദൈവത്തിനെതിരെ ചെയ്ത പ്രവർത്തികൾ തന്നെ എനിക്കെതിരായപ്പോഴും ദൈവത്തിൻ്റെ ദയ കൊണ്ട് എന്നെ വീണ്ടെടുക്കാൻ. പ്രിയപ്പെട്ട, നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് കാരണമാകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം, അവിടുന്ന് നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാണെന്ന് കരുതരുത്, നിന്റെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിന്റെ ജീവിതത്തിൽ നിനക്ക് നിസ്സാരമായിട്ട് ഇത് തോന്നരുത്. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്താണ് ഇപ്പോൾ കിട്ടാൻ പോണ കുമ്പസാരിച്ച. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ പഠിപ്പിക്കുക, അവിടുത്തെ കരുണയെ, അവിടുത്തെ സ്നേഹത്തെ, സഹിഷ്ണുതയെ, ക്ഷമയെ നീ നിസ്സാരമായിട്ട് നീ കാണരുത്. കാരണം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ ദൈവത്തിൻ്റെ ദയയ്ക്ക് കഴിയും. ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് തോന്നുമ്പോഴേ എനിക്ക് അനുതാപം വരുള്ളൂ, എനിക്ക് കണ്ണുനീരോടെ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ബലിപീഠത്തിൽ നിന്നിട്ട്, ദൈവമേ നീ ഇത്രമാത്രം ചെറുതാകാൻ, ഇത്ര വലുതായവൻ ഇത്ര ചെറുതായത് എനിക്ക് വേണ്ടി ചെറുതാകാനാണെന്നുള്ളൊരു തോന്നൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ കടന്നു വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ദയ പാപിയെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. പാപിയെ മാനസാന്തരത്തിൻ്റെ വഴിത്താരകളിലേക്ക് ദൈവം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു ചിന്ത കുറിച്ചിടുക, ദൈവം സമയം നൽകുന്നത് ശിക്ഷിക്കപ്പെടാനല്ല, മറിച്ച് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ഒരു ദയയാണ്. ദൈവം നമുക്ക് സമയം നൽകുന്നത് ശിക്ഷയിലേക്ക് പോകാനല്ല, മറിച്ച് ദൈവം തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന. അതുകൊണ്ട് നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ദയ എല്ലാ ദിവസവും പുതുക്കപ്പെടുന്നതാണ്. പഴയ ദയയല്ല ഇപ്പോൾ ഈശോ കാണിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പണ്ടത്തെ ഒരു കാലത്തെ പാപജീവിതമാണോ ഇന്ന് ലോകത്ത് മനുഷ്യർ കാണിക്കുന്നത്? പണ്ടത്തെ പോലെ അവിശ്വസ്തതയാണോ ഇന്ന് കാണിക്കുന്നത്? ഇന്ന് വളരെ ക്രൂരമായ അവിശ്വസ്തതയല്ലേ. സ്വന്തം മക്കളോട് അവിശ്വസ്തത കാണിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നവരുടെ എണ്ണം 1ഉം 2ഉം അല്ല. പണ്ട് ചുരുക്കത്തിൽ എപ്പോഴും കാണുന്ന കുടുംബ ബന്ധങ്ങളല്ല, ഇന്ന് അവിശ്വസ്തതയുടെ കൂടാരമാകുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പണ്ട് കാണിച്ച ദയൊന്നല്ല ഇന്ന് കാണിക്കുന്നത്. ദയ എന്നും ഒരുപോലെയാണ്, ഇന്ന് കുറച്ചുകൂടി പ്രകടമായിട്ട് കാണിക്കുക. നീ ഒന്ന് തിരിച്ചു വാങ്ങുഞ്ഞ്, നീ ഇങ്ങനെ ജീവിക്കല്ല, നീ ഇങ്ങനെ ഇതില്ല. ഞാൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ, അലി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിവെക്കുന്നു, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ. പിന്നീട് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഇദ്ദേഹം മാർപ്പാപ്പ അന്വേഷിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, എൻ്റെ ശരീരത്തിൽ തറച്ച് വീണ ആ ഒരു ബുള്ളറ്റ്, ആ ഒരു ഉണ്ട എവിടെയാണ്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിവിടെയുണ്ട്, അതെനിക്ക് വേണം. 2, അന്വേഷിക്കുന്നത് എന്നെ വെടിവെച്ച മനുഷ്യൻ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തെ ഒരിക്കലും ദ്രോഹിക്കരുതെന്ന് പോലീസുകാരോട് പറയണം. കാരണം ശരിയാണ്, അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടോ, ഇന്ന് ഞാൻ ജീവനോടെ ഇല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തിന് നൽകാവുന്ന എല്ലാ സ്നേഹവും കൊടുക്കണം, പരിഗണന കൊടുക്കണം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം പോകാൻ പോകുന്നത് അലിയുടെ അടുത്താണ്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ വത്തിക്കാൻ ചെയ്യണമെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടറിൽ നിന്ന് ഈ ബുള്ളറ്റ്, ശരീരത്തിൽ കയറിയ ബുള്ളറ്റ്, അതൊരു പാത്രത്തിൽ മേടിക്കുന്നു. തുടർന്ന് ആദ്യം പോകുന്ന ജയിലറയിലാണ്.
അലിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിട്ട് അലിയോട് പറയുന്നത് ഇങ്ങനെയാണ്: സഹോദര, നീ ഇന്നു മുതൽ എൻ്റെ സഹോദരനാ. എനിക്ക് ആരുമില്ല ഈ ലോകത്ത്. എനിക്ക് അപ്പനില്ല, അമ്മയില്ല. എനിക്കുണ്ടായിരുന്ന ജ്യേഷ്ഠൻ പോലും ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ്, ഞാൻ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ്, എത്രയോ മുമ്പ് അവരെല്ലാം മരിച്ചുപോയി. ഞാൻ ശരിക്കും ഒരു അനാഥനാണ്. എന്നാൽ ദൈവം എനിക്ക് തന്ന ഒരു സഹോദരനാണ് അങ്ങ്. കാരണം എനിക്ക് ആരുമില്ല ഈ ലോകത്തെ സ്നേഹിക്കാൻ. എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നോട് ഈശോ പറഞ്ഞത് ഇതാ, നിനക്കൊരു നല്ല സഹോദരൻ തരും. എൻ്റെ ദൈവത്തെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ അലി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്, ഈ മാർപ്പാപ്പയോട് പറയുന്നുണ്ട്, അങ്ങ് ഒരു സഭയുടെ അധികാരിയാണ്, അങ്ങ് സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അങ്ങയെ ഞാൻ കൊല്ലാൻ നോക്കിയിട്ടും ഇന്ന് അങ്ങ് എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം ഈ ജയിലിൽ തരുന്നു. എനിക്ക് ഒരു 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 VIP കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇവിടെ തരുന്നു. എന്നിട്ട് അങ്ങ് വന്നിട്ട് പറയാം, എനിക്ക് ആരുമില്ല, ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഭൂമിയിലുള്ള ഏക സഹോദരൻ, എനിക്കൊരു ഐഡൻറ്റിറ്റി പറയാൻ അലി മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് മാർപ്പാപ്പ പറയുന്നത് ദൈവത്തിൻ്റെ ദയയെ സ്വന്തമാക്കിയത് കൊണ്ടല്ല. അദ്ദേഹം തന്നെയാണ് പിന്നീട് ചാക്രിയ ലേഖനം എഴുതുന്നത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച്. മിസറിഗോദിയ എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാക്രിയ ലേഖനം സഭയ്ക്ക് നൽകുന്നത് 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. നമ്മൾ അതിൻ്റെ ആശയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് കൃത്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദയ എല്ലാ ദിവസവും പുതുക്കപ്പെടുന്നതാണ്. വചനം നമുക്കൊന്ന് ചിന്തിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതലുള്ള തിരുവചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്ന് എൻ്റെ പ്രത്യാശയെന്ന് ഞാൻ പറയും. തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷ ശാന്തമായി കാത്തിരിക്കുന്നവർക്ക് ഉത്തമമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ പ്രഭാതത്തിൻ്റെയും ഇടനാഴികളിലൂടെ നീ കടന്നു പോകുമ്പോൾ ദൈവം നിന്നോട് ഒരു പ്രഭാതത്തിലും ഒരു പ്രദോഷത്തിലും കാണിക്കുന്ന ദയയുടെ അളവുകോല് നോക്കിയാൽ നിന്റെ പ്രാർത്ഥനകൾ കുറവായി പോകും. നീ ചെയ്ത ബലിയർപ്പണങ്ങൾ കുറവായി പോവും. നീ ചെയ്ത ദൈവാരാധനകൾ കുറവായി പോവും. ദൈവം കാണിച്ച ദയയുടെ അളവുകോലുകൾക്ക് മുൻപിൽ നമ്മൾ സമയമില്ലാത്തടത്തും സമയമുള്ളിടത്തും കാണിച്ച നമ്മുടെ ആത്മീയ അഭ്യാസങ്ങൾ തുലവും നിസ്സാരമായിട്ട് പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തിരിച്ചറിയുക. അതുകൊണ്ട് ഒരു സന്ദേശം ജീവിതത്തിൽ കുറിച്ചിടുക: ഇന്നലെ വീണാലും ഇന്ന് ദൈവത്തിൻ്റെ ദയ എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഞാൻ ഇന്ന് വീണാലും എൻ്റെ ദൈവത്തിൻ്റെ ദയ എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ദയയോട് ചേർന്ന് നിൽക്കുമ്പോൾ എഴുന്നേൽക്കാനായിട്ട് തോന്നും. ദയയിൽ നിന്ന് അകലുമ്പോഴാണ് നമ്മൾ വീഴ്ചയുടെ അളവുകോലുകളിൽ തന്നെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ദയ സ്വീകരിക്കുന്നവർക്ക് അത് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയും. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവർ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുടുംബ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ദയ കിട്ടിയാലും അതൊന്നും നിലനിൽക്കണമെന്നൊന്നുമില്ല. അത് എത്ര തലമുറയിൽ വരെ നിൽക്കും. എന്നാൽ ദൈവത്തിൻ്റെ ദയ സ്വന്തമാക്കിയവർക്ക് തലമുറകളോളം അതൊരു സമ്പത്തായിരിക്കും. അത് അവരുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക, ഹെറിഡിറ്ററി ആയിട്ട് പങ്കുവയ്ക്കാനായിട്ട് കഴിയും. അത് ദൈവത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 36-ാം വാക്യം പറയുകയാണ്: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണയായിരിക്കുവിൻ. നമുക്കിത് ഹൃദയത്തിൽ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. യേശു പിതാവിൽ നിന്ന് സ്വീകരിച്ച കരുണ ലോകത്ത് ഇന്നും പങ്കുവെച്ചിട്ട് ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കരുണ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. കാരണം നമ്മൾ ആ പിതാവിൻ്റെ മക്കളെങ്കിൽ നമ്മൾ ഈ കരുണ സ്വന്തമാക്കാൻ, ഈ ദയ കാണിക്കാൻ അവകാശികളാണെന്ന് കൂടിയും നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ കുറിച്ചെടുത്ത് ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച ജീവിതം ക്ഷമയും സ്നേഹവും കരുണയും നിറഞ്ഞ ജീവിതമായിട്ട് മാറട്ടെ. മറ്റുള്ളവരോട് കാണിക്കാൻ നമുക്കത് സ്വന്തമാകട്ടെ. സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗീസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സുവിശേഷം ആദ്യം പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ്. പാപിയോട് ദൈവം കാണിക്കുന്ന ദയയുടെ പേരാണ്, അതാണ് പാപിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത. മാതാവിൻ്റെ മുന്നിൽ ദൈവം കൊടുത്ത സന്തോഷ വാർത്ത എന്താണ്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിക്കാനിരിക്കുന്നു. സ്വർഗത്തിൻ്റെ രക്ഷകൻ, പാപിയുടെ പാപം നീക്കുന്ന രക്ഷകൻ, അനുതാപിക്കുന്നവൻ്റെ ഹൃദയത്തിൽ സ്വന്തമാക്കുന്ന രക്ഷ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സുവിശേഷം പ്രഖ്യാപിക്കുന്നത് കരുണയാണ്. നീ എത്ര വലിയ പാപിയാണെങ്കിലും, നീ തകർന്നവനാണെങ്കിലും, നീ ഒറ്റപ്പെട്ടവനാണെങ്കിലും, നിന്നെ ആർക്കും വേണ്ടെന്ന് ലോകം പറയുമ്പോഴും ദയ കാണിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള കരുതലുള്ള കരം നിന്റെ നേരെ നീട്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ മനോഹരമായ, സഭയ്ക്ക് നൽകിയ 1980 നൽകിയ മനോഹരമായൊരു ചാക്രിയ ലേഖനമാണ് റീച്ച് ഇൻ ദ മേഴ്സി. ദൈവകരുണയിൽ എത്തിച്ചേരുക, ദൈവത്തിൻ്റെ ദയയുടെ പ്രാധാന്യത്തെ അറിയുക.
അതാണ് മിസറിഗോത്തിയോ എന്ന് പറയുന്ന ഈ സഭയുടെ പ്രബോധനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രധാന ആശയങ്ങൾ? ഒന്നാമത്തത്, ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ വിശേഷണം ദൈവത്തിൻ്റെ കരുണയാണെന്ന് മാർപ്പാപ്പ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കരുണയുള്ള ഒരു അപ്പനാണ് ദൈവമെന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. അതാണ് ഒന്നാമത് പഠിപ്പിച്ചത്. രണ്ടാമത് മാർപ്പാപ്പ നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ട് തന്നത് ഇതാണ്: യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ദയ പൂർണ്ണമായി വെളിപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ ദയ, പരിശുദ്ധാത്മാവിൻ്റെ ദയ പുത്രനിൽ ഈ ലോകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുത്രനെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ ദയയെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ദയ രൂപം പ്രാപിച്ചതിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ലോകത്ത് ഇതര മതത്തിൽപ്പെട്ടവരും യേശുവിനെ സ്നേഹിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഈ ദയയുടെ, ഈ കരുണയുടെ രൂപവും സ്നേഹവുമാണ്. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ പറയാണ്, ബൈബിളിൽ ദയയെ കാണിക്കാൻ ദൈവം രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ ഒരു ഉപമയാണെങ്കിലും ധൂർത്തപുത്രൻ നമ്മുടെ ജീവിതത്തിൽ ഉപമിക്കാവുന്ന ഒരു സത്യമാണ്. ഒരു ഉപമയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ഉപമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ധൂർത്തപുത്രനോട് ദൈവം കാണിച്ച ദയ നിന്നോടും കാണിക്കുന്നതാണ്. നീ ധൂർത്തടിച്ച് നടക്കുമ്പോഴും തിരിച്ചറിയുക, നിന്റെ പിതാവ് നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ട്. അത് അന്ത്യവിധിയുടെ നിമിഷത്തിലാണ്. സുബോധത്തോടെ വേണം പ്രിയപ്പെട്ടവരെ അന്ത്യവിധിയുടെ നിമിഷത്തിൽ നമ്മൾ നിൽക്കേണ്ടത്. ധൂർത്തപുത്രനോട് ദൈവം ചോദിക്കുന്നത്, അവൻ ഓടി വരുന്നതും ദൈവസന്നിധിയിലായിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അന്ത്യവിധിയിലും നമ്മളും ഈ പന്നി തവടെല്ലാം തിന്ന് ജീവിക്കുമ്പോൾ തിരിച്ചറിയണേ, അപ്പൻ്റെ ഭവനത്തിൽ നിനക്ക് വേണ്ടി സുഭിക്ഷമായ ഒരു ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുക, ദൈവത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് തകർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തകർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് കരുണ കാണിക്കുന്നവരുടെ മുഖം കുറഞ്ഞുകൊണ്ടിരിക്കുക. അധികാര മേഖലകളിലും അധികാര പ്രസ്ഥാനങ്ങളിലും രാജ്യാന്തര കാലഘട്ടങ്ങളിലും കരുണയല്ല ഉള്ളത്. ഞാൻ വളരുകയും മറ്റുള്ളവർ കുറയുകയും വേണമെന്ന് ചിന്തിക്കുമ്പോൾ കരുണ കൊട്ടിയടക്കപ്പെടുന്ന വാതിലുകൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കരുണ നേടണം പ്രിയപ്പെട്ടവരെ, കരുണയുള്ളവരാക്കണം. അതാണ് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവം ഓർമ്മപ്പെടുത്തുന്നത്. മാർപ്പാപ്പ അവസാനമായിട്ട് ഈ ചാക്രിയ ലേഖനത്തിൽ പറഞ്ഞു വെക്കുക, നീതിയും ദയയും പരസ്പരം വിരുദ്ധമല്ല. നീതിയും ദയയും രണ്ടല്ല. ദയ നീതിയെ പൂർണ്ണമാക്കുന്നതാണ്. ദയ സ്വീകരിച്ചവന് കർത്താവിൻ്റെ നീതിപീഠത്തിന് മുൻപിൽ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ദയ ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകൾ കടന്നുപോയി കഴിയുമ്പോൾ നീതിയുടെ സിംഹാസനത്തിൽ മഹത്വപൂർണനായി അവൻ വന്നിരിക്കുമ്പോൾ ഭൂമിയിൽ ദയ സ്വന്തമാക്കാത്ത ആർക്കും ഈ നീതിപീഠത്തിന് മുന്നിൽ നീതിമാനായ ദൈവത്തിൻ്റെ ദയ സ്വന്തമാക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോൾ ദയ സ്വന്തമാക്കാത്തവർക്ക് നീതിപീഠത്തിൻ്റെ മുന്നിൽ മഹത്വപൂർണനായി അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ ദയയുടെ മുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവൻ എല്ലാ മക്കളും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ മഴ വർഷിച്ചു, എന്നാൽ നീതിമാന്മാർ അത് തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തെ മാറ്റം വരുത്തും. പ്രിയപ്പെട്ടവരെ, ദിവംഗതനായ പോപ്പ് ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? ദിവംഗതനായ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്, അദ്ദേഹം പഠിപ്പിച്ച ഒരു ഏറ്റവും വലിയ ചാക്രിയ ലേഖനമാണ് 2015-16 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഫേസ് ഓഫ് ദ മേഴ്സി, ദൈവത്തിൻ്റെ കരുണയുടെ മുഖം എന്ന് പറയുന്ന ചാക്രിയ ലേഖനം. അതിൽ പ്രധാനമായിട്ടും നമ്മളെ മാർപ്പാപ്പ പഠിപ്പിച്ചതെന്താണെന്ന് പറയും ഫ്രാൻസിസ് മാർപ്പാപ്പ, യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ദയയുടെ മുഖം. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ മേഴ്സിഫുൾ ലുക്കിംഗ് അനേകരുടെ ജീവിതത്തിൽ ഇന്നും സ്പർശിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. പത്രോസ്ലീഹ കണ്ട ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മളും നോക്കിക്കാണണം. രണ്ടാമത്തത്, സഭയുടെ ദൗത്യം ലോകത്തിൽ ദൈവത്തിൻ്റെ ദയയെ അനുഭവിക്കാനായിട്ടുള്ള വഴികൾ തുറക്കുക എന്നുള്ളത് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ലോകത്ത് പ്രത്യാശയുടെ ഒരു തീർത്ഥയാത്ര ആരംഭിക്കാൻ സഭയെ പഠിപ്പിച്ചത്. അത് പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് മനോഹരമായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒരിക്കലും ക്ഷമിക്കപ്പെടില്ലെന്നുള്ള ചിന്ത എടുത്തു വേണം. ദൈവത്തിന് മുന്നിൽ ഒന്നും ക്ഷമിക്കപ്പെടില്ലെന്നുള്ള ചിന്ത എടുത്തു മാറ്റി ദൈവം പലപ്പോഴായി ക്ഷമിച്ചിട്ടും ഈ ക്ഷമ ഞാൻ അത് പൂർണ്ണതയിൽ സ്വന്തമാക്കിയോ എന്ന് ചിന്തിക്കണം. അവസാനമായിട്ട് മാർപ്പാപ്പ പറഞ്ഞു വെക്കുക, ദൈവത്തിൻ്റെ ദയ പ്രത്യക്ഷമാകുന്ന ഉറവിടങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായൊരു വാചകമുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫേസ് ഓഫ് ദ ഫാദേഴ്സ് മേഴ്സി. ദൈവത്തിൻ്റെ മുഖം
പിതാവായ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പറഞ്ഞു വയ്ക്കുന്നത് ഇത് തന്നെയാണ്. ദ ചർച്ച് ലീവ്സ് ദ ഒതൻറ്റിക് ലൈഫ് വെൻ ഷീ പ്രൊപ്പോസ് ആൻഡ് പ്രൊക്ലൈം ദ മേഴ്സി. സഭ എന്ന് പറയുന്നത് ഒതൻറ്റിക്കലായിട്ട് ജീവിക്കേണ്ടതാണ്. എങ്ങനെ? അത് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ പ്രൊക്ലൈം ചെയ്യുന്ന കരുണയുടെ മുഖമാകണം. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടവരെ, ദയയുള്ള ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒറ്റ വചനം, ഈ വചനം ഇന്ന് എല്ലാവരും നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റോമ 9:16. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. കർത്താവെ, നിന്റെ ദയയുടെ കീഴിൽ നിൽക്കുവാൻ എന്തു വന്നാലും ദൈവത്തിൻ്റെ ദയ ഈ ലോകത്ത് വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ മുഖങ്ങളായി മാറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പെടുവാൻ കൃപയുണ്ടാകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.